പുതിയ നിയമം അനുസരിച്ച്, അതായത് ജൂലൈ 1, 2024 തൊട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പുതിയ ലോസ് അനുസരിച്ച് ഇനി മേലാൽ ആൺപിള്ളേർ പെൺപിള്ളേരുടെ പുറകെ നടന്ന് പ്രപ്പോസ് ചെയ്ത് അവരെ കല്യാണം കഴിക്കാമെന്ന് കള്ളം പറഞ്ഞ്, ശരിക്കും കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, പക്ഷേ ഫേക്ക് പ്രോമിസ് കൊടുത്തിട്ട് അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്ത് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇനി തൊട്ട് അത് നടപ്പിലാവില്ല. പെൺകുട്ടി പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഉണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ആവശ്യത്തിനധികം എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെടും. ഓക്കെ, പണ്ടെന്ന് വെച്ചാൽ പുതിയ ലോ വരുന്നേക്കാളും മുന്നേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയിട്ട് എൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാം. ഇപ്പോൾ എൻറ്റിസിപ്പേറ്ററി ബെയിലും പറ്റില്ല. കാരണം എൻറ്റിസിപ്പേറ്ററി ബെയിൽ കേൾക്കുന്നത് തന്നെ കോർട്ടിൽ എപ്പോഴാണെന്നറിയോ? ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കോർട്ടിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം, ഡിപ്പെൻഡിങ് അപ്പോൺ, അതായത് പെൺകുട്ടിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, പെൺകുട്ടി എന്താ പറയണേ, അതിൻ്റെ ബേസിസിൽ കോർട്ട് തീരുമാനിക്കും എൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന്. കൊടുക്കണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻറ്റിസിപ്പേറ്ററി ബെയിലും കിട്ടത്തില്ല. ഇനി കേസ് പ്രൂവ് ആവുകയാണെങ്കിൽ 10 years ഇംപ്രിസൺമെൻറ്റ് 100% എടുക്കേണ്ടി വരും. ഇതാണ് പുതിയ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതുപോലെ ഫേക്ക് പ്രോമിസ് കൊടുത്തിട്ട് പെൺകുട്ടികളുടെ പുറകെ നടന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഫിസിക്കലായിട്ട് അവരായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ അവരെ പകുതി വഴി വിട്ട് അവനവൻ്റെ കാര്യം നോക്കാൻ പോവുകയാണെങ്കിൽ ഇനി മേലാൽ അത് ശരിയാവില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.